വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച രാവിലെ 11:10 വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ ശൈലജ ടീച്ചർ MLA, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ, AP അബ്ദുള്ളക്കുട്ടി, CK പത്മനാഭൻ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ വിമാനത്തിൽ അനുഗമിച്ചു. സ്വീകരണത്തിന് ശേഷം 11:17 പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് തിരിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അതേ ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. ഇന്ന് രാവിലെ മുതൽ വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലും അതുപോലെ ആശുപത്രിയിലും റിലീഫ് ക്യാമ്പിലുമെല്ലാമായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നടത്തിയ സന്ദർശനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. കേരളത്തിന് സാർത്ഥകമായ ഒരു സന്ദർശനമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു ദുരന്തമുഖത്തും ഒരു പ്രധാനമന്ത്രിയും സന്ദർശിച്ചിട്ടില്ലാത്ത വിധം വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം സമയമെടുത്തുകൊണ്ടാണ് ഈ സന്ദർശനം നടത്തിയത്. കേരളത്തിന് എല്ലാവിധ പിന്തുണയും ഈ ദുരന്തത്തിൽ നിന്ന് മോചിതരാവാൻ, പുനരധിവാസത്തിനടക്കം എല്ലാ പിന്തുണയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകുകയുണ്ടായി. പണം ഒന്നിനും ഒരു തടസ്സമാവില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. വിശദമായ പഠനം നടത്തി മെമ്മോറണ്ടം സമർപ്പിക്കാൻ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് തന്നെയാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടതെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. മലയാളികളെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം തയ്യാറായി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തെ, മലയാളികളെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. വളരെ അനുഭവ സമ്പത്തുള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പല ദുരന്ത മുഖങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിചയമുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ വേദന, ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ശരിയായി മനസ്സിലായിട്ടുണ്ട്. വളരെയധികം സാർത്ഥകമായിട്ടുള്ള ഒരു, അർത്ഥപൂർണമായിട്ടുള്ള ഒരു സന്ദർശനമാണ് ഇന്ന് നടന്നത്.